Mr. Global here. Let's talk about Monday Night Raw. മൺഡേ നൈറ്റ് റോയുടെ ഇന്നത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് റോമൻ റെയിൻസിന്റെ റിട്ടേൺ തന്നെയായിരുന്നു. ഈ സെഗ്മെന്റിന്റെ മുന്നോടിയായി സെത്ത് റോളിങ്സിന്റെ കമ്പാനിയൻസ് ആയ ബ്രോൺ ബ്രേക്കർ, ബ്രോൺസൺ റീഡ് ആൻഡ് പോൾ ഹേമൻ റിംഗിൽ അഡ്രസ് ചെയ്തിരുന്നു. ബ്രോൺ ബ്രേക്കർ എന്ന് പറയുന്നത് WWE ഫ്യൂച്ചറും ബ്രോൺസൺ റീഡ് എന്ന് പറയുന്നത് ബിഗ് ഇ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോൾ ഹേമൻ ഇവരെ അഭിസംബോധന ചെയ്യുന്നത്. എനിക്കറിയാം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, പക്ഷെ അവൻ വരുന്നതിന് മുന്നേ ആയി എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞു തീർന്നതും ദ OTC ഹാസ് അറൈവ്ഡ്. അതിനിപ്പോൾ എത്ര ദിവസങ്ങളായാലും, ഇനി എത്ര ആഴ്ചകളായാലും, ഇനി എത്ര മാസങ്ങളായാലും വർഷങ്ങളായാലും, വെൻ ഹി റിട്ടേൺസ് ദിസ് മാൻസ് ഓറ doesn't fades and here comes the Roman Reigns for you. റോമന്റെ എൻട്രി മുതൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ബ്രോൺ ബ്രേക്കർ വാസ് വെരി മച്ച് ട്രിഗേർഡ്. പോൾ ഹേമൻ പറയുന്നുണ്ട്, റോമൻ നിനക്കറിയാലോ സെത്ത് ഇനി ഇങ്ങോട്ട് വരാൻ കുറെ താമസിക്കും. കുറെ എന്ന് പറഞ്ഞാൽ കുറച്ചധികം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് പരസ്പരം മുന്നോട്ട് പോയാൽ, നീ നോക്കൂ എന്നോടൊപ്പം ഉള്ളത് ആരൊക്കെയാണെന്ന്. അതിലുപരി നിനക്കറിയാവുന്നതല്ലേ നമ്മൾ തമ്മിൽ അകന്നു നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തി അടുത്ത് നിൽക്കുമ്പോഴാണെന്ന്. റോമൻ, നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ട്രൈബൽ ചീഫ് എന്ന് പറഞ്ഞു നിർത്തി പോൾ ഹേമൻ. ഈ സമയത്ത് തന്നെ കാണികൾ ഭയങ്കരമായി ബൂവ് ചെയ്യുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. പോൾ ഹേമൻ മൈക്ക് നേരെ നീട്ടുകയും റോമൻ അത് വാങ്ങുകയും എഡ്ജ് ടൗണിലെ എല്ലാ കാണികളോടും റോമന് നേരെ അക്നോളജ് ചെയ്യാൻ പറയുന്നു. ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചതും OTC ചാൻ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ അലയടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ട് ബ്രോൺ ബ്രേക്കർ വളരെ അസ്വസ്ഥനായിരുന്നു. നീ എന്താണ് ഈ പറയുന്നത് പോൾ ഹേമൻ? ഈ ഗ്രൂപ്പിനെ ഞാൻ ലീഡ് ചെയ്യണമെന്നോ? കുറച്ച് കാലം മുന്നേ ആണെങ്കിൽ ഞാൻ പറയുമായിരുന്നു നിങ്ങളൊരു വൈസ് മാൻ ആണെന്ന്. പക്ഷെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന നിങ്ങളിപ്പോൾ വെറും ഒരു ഡംബാസ് ആണ്. ഇതെല്ലാം കേൾക്കുന്ന ബ്രോൺ ബ്രേക്കർ ഭയങ്കരമായി ട്രിഗർ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേസമയം തന്നെ ഇവനെ കൂളാക്കാൻ നോക്കുന്നുണ്ട് ബ്രോൺസൺ റീഡും പോൾ ഹേമനും. ശാന്തനാവും ബഡി, ഇനി നീ പഠിക്കാനുണ്ട്. കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചെയ്ത പോലെ നിന്നെയും ഇയാൾ ഇത് ചെയ്യും. എന്നിട്ട് നിനക്ക് നേടിയെടുത്ത എല്ലാ ക്രെഡിറ്റ്സും അദ്ദേഹത്തിനാണെന്ന് പറയും. ശരിയല്ലേ പോൾ? നീ വിചാരിച്ചോ എന്നെ ട്രൈബൽ ചീഫ് ആക്കിയത് നീയാണെന്ന്? എന്നെ ട്രൈബൽ ചീഫ് ആക്കിയത് ഇവരെല്ലാമാണ്. എന്നെ ഒരു വട്ടവും അക്നോളജ് ചെയ്യുമ്പോഴാണ്. അത് ഞാനൊരു ചാമ്പ്യൻ ആയിരുന്നു. ആ ചാമ്പ്യൻഷിപ്പ് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ചെയ്തു. അത് സംഭവിച്ചപ്പോൾ നീ പറഞ്ഞു കാണുന്നത് നിങ്ങളെല്ലാം ഒഴിവാക്കിയത് ഞാൻ ഒറ്റയ്ക്ക് പോയെന്നാണ്. പക്ഷെ ഞാൻ ഓട്ടത്തിലായിരുന്നു. പുതിയൊരു ബ്ലഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. ബ്ലഡ് ലൈനിനെ പറ്റി പറയുമ്പോൾ അതൊരു ഫാമിലിയാണ്. പക്ഷെ നിങ്ങൾ WWE ക്രിയേറ്റ് ചെയ്ത വെറും ഒരു ഫാക്ഷൻ. പക്ഷെ ബ്ലഡ് ലൈൻ അത് ദൈവം തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതൊക്കെ കേട്ട് നിന്ന് ബ്രോൺ ബ്രേക്കർ സായി കേട്ട് മുന്നോട്ട് വന്നു. പക്ഷെ ഈ സമയം ബ്രോൺസൺ റീഡിനോ പോൾ ഹേമനോ തടയാൻ കഴിഞ്ഞില്ല. ബ്രോൺ ബ്രേക്കർ റോമനോട് ചോദിക്കുന്നു, നിനക്ക് വട്ടാണോ? നീ ഇതെല്ലാം പറയുന്നത് കഴിഞ്ഞ കാര്യങ്ങളാണ്. നീ തന്നെ ഒരു കഴിഞ്ഞ കഥയാണ്. ഇവിടെ ആർക്കും നിന്നെ ആവശ്യമില്ല. ഇവിടുത്തെ നായകൻ ഇപ്പൊ ഞാനാണ്. നിന്റെ കാലം കഴിഞ്ഞു റോമൻ. നീ ഇപ്പൊ നിൽക്കുന്നത് എന്റെ റിങ്ങിലാണ്. നിനക്കിപ്പൊ ചെയ്യാൻ പറ്റുന്നത് ഈ റിങ്ങിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അത് ചെയ്യും റോമൻ. ഇത് കേട്ടുന്നത് റോമൻ പറയുന്നു, ബ്രേക്കർ ഞാൻ സത്യം പറയുകയാണെങ്കിൽ നീ പറയുന്നൊന്നും കേട്ടില്ല. ഇനി വേണമെങ്കിൽ നീ എന്റെ മൈക്ക് എടുത്തു എന്ന് പറയുകയും ബ്രേക്കറിന് നേരെ മൈക്ക് എറിയുകയും അറ്റ് ദ സെയിം ടൈം റോമൻ ബ്രോക്കിന് നേരെ ഒരു സൂപ്പർമാൻ പഞ്ച് ചെയ്യുന്നു. ഇത് കണ്ട ബ്രോൺസൺ റീഡ് റോമന് നേരെ അറ്റാക്ക് ചെയ്യുകയും നിലത്ത് നിന്ന് എനിക്ക് വന്ന ബ്രേക്കർ റോമന് നേരെ സ്പിയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ദാറ്റ് സ്പിയർ വാസ് വെരി മച്ച് ബ്രൂട്ടൽ. നിലത്ത് വീണ റോമനെ ബ്രോൺസൺ റീഡും ബ്രേക്കറും അറ്റ് എ ടൈം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സഹായിക്കാനായി അവിടെ എത്തുന്നത് ജെയ്യൂസോ ആണ്. ജെയ്യൂസോ വന്ന് ബ്രോൺസൺ റീഡിനെയും ബ്രേക്കറിനെയും അറ്റ് എ ടൈം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി ദ മോസ്റ്റ് അട്രാക്റ്റീവ് മൂവ്മെന്റ് സോ ഫാർ, ഡബിൾ സ്പിയർ ഫ്രം ദ OG bloodline. Roman was very much happy in his return. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോക്സ്.